بسم الله الرحمن الرحيم. قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ മതം 1012 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 97-98 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫദ്ഹബ് ഫഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ് വഇന്ന ലക മൗഇദൻ ലൻ തുഖ്ലഫഹു വൻദുർ ഇലാ ഇലാഹിക الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما. صدق الله العظيم. സൂറത്ത് ത്വാഹയിലെ 97-98 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം തന്റെ സാന്നിധ്യത്തിൽ ബനൂ ഇസ്രായേൽ സമൂഹം വളരെ ഭീകരമായ വിധത്തിൽ വഴിപിഴച്ചു പോയ ആ സന്ദർഭത്തിൽ അവരിലേക്ക് തിരികെ വന്നതിന് ശേഷം ആ സംഭവവുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുകയും അവരുമായി കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പശുക്കിടാവിന്റെ രൂപം ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നതിൽ ഏർപ്പെട്ട ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ആളുകളോട് അദ്ദേഹം ആദ്യം അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അതിനെ തുടർന്ന് ഹാറൂൻ അലൈഹിസ്സലാമിനോട് അദ്ദേഹം എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചതെന്ന് ചോദിച്ചറിയുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഈ പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതാണ് തങ്ങളുടെ ദൈവം എന്ന് ബനൂ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞ് അവരെ പശുപൂജ നടത്താൻ പ്രേരിപ്പിച്ച സാമിരിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാമിരി നൽകിയ വിശദീകരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തുകളിൽ കാണുകയുണ്ടായത്. അത്യന്തം നിഗൂഢത നിറഞ്ഞ ഒരു വിശദീകരണമാണ് അയാൾ നൽകുകയുണ്ടായത്. മറ്റു പലർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചിലതൊക്കെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ ദൂതന്റെ കാൽപ്പാടുകളിൽ നിന്നായി ഒരു പിടി മണ്ണെടുത്തു, അല്ലെങ്കിൽ ഒരു പിടി എടുത്തു, ഒരു പിടുത്തം പിടിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ അത് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചത് എന്നൊക്കെയാണ് ആ ഘട്ടത്തില് സാമിരി പറയുകയുണ്ടായത്. ജനങ്ങളെ ചില നിഗൂഢമായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടും അവരെ അസാധാരണത്വമുള്ള ചില
കാഴ്ചകൾ അവർക്ക് നൽകിക്കൊണ്ടുമൊക്കെ അവരെ വശീകരിച്ച് പാട്ടിലാക്കുകയായിരുന്നു സാമിരി എന്നത് ഈ വിവരണത്തിൽ നിന്ന് വ്യക്തമാണ്. എല്ലാവിധ ആത്മീയാചാര്യന്മാരായിട്ട് അറിയപ്പെടുന്ന പല പ്രമുഖന്മാരും അതുപോലെ വ്യാജ ദൈവങ്ങളായിട്ട് അല്ലെങ്കിൽ ആൾദൈവങ്ങളായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തരം ആളുകളും അവർക്ക് പ്രത്യേകിച്ച് ഏത് മതവിഭാഗത്തിൽ പെട്ടവര് എന്നൊന്നുമില്ല. എല്ലാവരും ഈ കാര്യത്തില് ജനങ്ങളെ വശീകരിക്കാനും ജനങ്ങളെ പാട്ടിലാക്കാനും ഒക്കെ പറ്റുന്ന പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് അത്തരം ശ്രമങ്ങൾ നടത്തുന്നതാണ് കാണാം. അതിന്റെയൊക്കെ അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നത് ഒരു ജനങ്ങളെ വിസ്മയിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചില നിഗൂഢതകളാണ്. ഈ നിഗൂഢതകളുടെ മറയില് ആണ് ഈ ആൾദൈവങ്ങൾ അവരുടെ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താറുള്ളത്. അതാണ് ആഗോളതലത്തിൽ ചരിത്രത്തിലുടനീളം ഈ വ്യാജന്മാരായ ആളുകള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിന്റെ ഒരു നല്ല മോഡലായി നമുക്ക് കാണാവുന്ന ഒരു സംഭവമാണ് വിവരിക്കപ്പെടുന്നത്. മൂസാ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തില് സാമിരി മുൻകൈ എടുത്തുകൊണ്ട് ബനു ഇസ്രായേൽ സമൂഹത്തെ ഒന്നടങ്കം വഴിപിഴപ്പിച്ച ഏറ്റവും ഫൂളിഷായ ഒരു സംഗതിയെ ഏറ്റവും ബുദ്ധിപൂർവകമായ ഒരു കാര്യം എന്നുള്ള നിലക്ക് ഒരു സമൂഹത്തെ ഒന്നാകെ അത് സ്വീകരിക്കാനും അതിന്റെ പുറകെ പോകാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സാമിരി ചെയ്യുന്നത്. നമുക്ക് പരിചയമുള്ള വ്യാജന്മാരായ ഇത്തരം ആളുകള്, ഇത്തരം ആത്മീയ കച്ചവടം നടത്തുന്ന ആളുകള് ചരിത്രത്തിലുടനീളം ഈ ഒരു കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ മൂസാ അലൈഹി ഇസ്ലാം സാമിരി പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സാമിരിയോടായിട്ട് പറയുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഖാല, മൂസാ അലൈഹിസ്സലാം പറഞ്ഞു സാമിരിയോട് പ്രതികരണം എന്നുള്ള നിലക്ക് അയാൾ പറഞ്ഞ വിശദീകരണത്തിന് അതിനോട് പ്രതികരിച്ചുകൊണ്ട് മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഫദ്ഹബ്, എങ്കിൽ നീ പൊയ്ക്കൊള്ളുക. ഇന്ന ലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്, നിന്റെ പരിണിതി ഇതായിരിക്കും, ജീവിതത്തിലുടനീളം ലാ മിസാസ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിയേണ്ടി വരിക എന്നതാണ് നീ ഇതിന്റെ ഫലമായിട്ട് ഏറ്റുവാങ്ങാൻ പോകുന്ന ഒരു വിധി. ലാ മിസാസ്, തൊട്ടുപോകരുത്, തൊടരുത്, അടുത്തു വരരുത് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. മസ്സ എന്ന് പറഞ്ഞാല് സ്പർശിച്ചു എന്നാണ്. ഇവിടെ ലാ മിസാസ് എന്നാണ് പറയുന്നത്. മിസാസ് എന്ന് പറഞ്ഞ തൊടല്. അപ്പോ തൊടരുത്, തൊടാൻ പാടില്ല, അടുത്തുകൂടാ, നിങ്ങളാരും എന്റെ അടുത്തേക്ക് വരരുത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ലാ മിസാസ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു ദുർവിധിയുള്ളവനായിരിക്കും ജീവിതത്തിലുടനീളം നീ ഇനി അങ്ങോട്ട് എന്നാണ് മൂസാ അലൈഹിസ്സലാം സാമിരിയോട് പറയുന്നത്. ലാ മിസാസ്. ഇന്നലക മൗഇദൻ, നിനക്കൊരു സമയവും അല്ലെങ്കിൽ ഒരു സ്ഥലവും സമയവും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലൻ തുഖ്ലഫഹു, അതിനെ ഭേദിക്കുക, അതിനെ അവഗണിക്കുക നിനക്ക് സാധ്യമല്ല. നിനക്കൊരു അജലുണ്ട്, നിനക്കൊരു മൗഇദ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ മൗഇദ് അവഗണിച്ചുകൊണ്ട് പോവുക നിന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. വന്ദുർ ഇലാഹിക, നീ പൂജിച്ചുകൊണ്ടിരുന്ന നിന്റെ ഇലാഹുണ്ടല്ലോ, നീ ആളുകളുടെ അടുക്കൽ നിന്ന് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങി അത് ഒരുക്കിയിട്ടുണ്ടാക്കിയിട്ടുള്ള ആ ശബ്ദം ഉണ്ടാക്കുന്ന മൂക്കറയിടുന്ന
പശുവിന്റെ രൂപം. അല്ലദീ ലൽത അലൈഹി ആക്കിഫ, നീ അതിന് പൂജയും അതുപോലെ ആരാധനയൊക്കെ അർപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ നീ സ്വീകരിച്ച ആ ഇലാഹ് അതൊന്ന് നോക്ക്. ലനുഹർരിഖന്നഹു, നാം അതിനെ കരിച്ചു കളയും. നീ ഉണ്ടാക്കിയ രൂപമുണ്ട്, അതിനെ നാം കരിച്ചു കളയും. നീ ഇലാഹായിട്ടാണല്ലോ അതിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്, നാം അതിനെ കരിച്ചു കളയാൻ പോവുകയാണ്. ثم لننسفنه في اليم نسفا, പിന്നെ നാം അതിനെ ചിതറിക്കളയും സമുദ്രത്തില് അല്ലെങ്കിൽ ജലാശയത്തിൽ അതിനെ നാം വിതറിക്കളയും എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. നീ അവകാശപ്പെട്ടത് ഇത് ദൈവമാണ് എന്നാണ്. ആളുകളുടെ അടുക്കൽ നിന്ന് വാങ്ങിച്ച സ്വർണ്ണാഭരണങ്ങള് ഉരുക്കി ഒരു രൂപമുണ്ടാക്കി അതൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു രൂപം, അതാണ് ഈ ആളുകളെ കാണിച്ചിട്ട് ഇതാണ് ബനു ഇസ്രായേലിന്റെ ദൈവം, മൂസായുടെ ദൈവം, മൂസ അത് മറന്നുപോയതാണ് എന്നൊക്കെയാണല്ലോ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് ജനങ്ങളെ നീ ഈ രൂപത്തിനെ ആരാധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ആ വിധത്തില് അവരെ വഴികേടിലാക്കുകയും ചെയ്യും. നീ ഏതൊരു സംഗതിയെയാണ് ഇലാഹാണ്, നിന്റെ ഇലാഹാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂജിച്ചു കൊണ്ടിരുന്നത്, നീ ആരാധനകൾ അർപ്പിച്ചു കൊണ്ടിരുന്നത്, ആ ഇലാഹ് അതിനെ ഞാൻ കരിച്ചു കളയാൻ പോവുകയാണ്. എന്നിട്ട് അതിന്റെ കരിച്ചു കളഞ്ഞിട്ടുള്ള അതിന്റെ ഭസ്മം അല്ലെങ്കിൽ അതിന്റെ വെണ്ണീര്, അതിന്റെ ചാരം ഞാന് സമുദ്രത്തില് വെള്ളത്തില് ഒഴുക്കാൻ പോവുകയാണ്. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം സാമിരിയോട് പറയുന്നത്. സാമിരി മൂസ അലൈഹി ഇസ്ലാമിന്റെ തിരിച്ചുവരവിന് ശേഷം ജനങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ, മൂസ അലൈഹിസ്സലാം തിരിച്ചെത്തുന്നത് വരെ ഞങ്ങള് ഈ പശുക്കിടാവിനെ തന്നെ പൂജിച്ചുകൊണ്ട് നിൽക്കും, മൂസ തിരിച്ചു വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്നതായിരുന്നു ആളുകൾ ഹാറൂൻ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മൂസ അലൈഹി ഇസ്ലാം തിരികെ എത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. ഏറെ പ്രകോപിതനായിക്കൊണ്ടും അങ്ങേയറ്റത്തെ ദുഃഖവും വിഷമവും ഒക്കെ ഉള്ള വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വന്നത്. കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിച്ചപ്പോ മൂസ അലൈഹി ഇസ്ലാമില് വലിയ വിഷമമാണ് അത് സൃഷ്ടിച്ചത് എന്നത് നമ്മൾ കാണുകയുണ്ടായി. മൂസ അലൈഹി ഇസ്ലാം വളരെ ആക്ഷേപം കാണിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന വിധത്തില് ബനു ഇസ്രായേൽ സമൂഹത്തിനോട് സംസാരിച്ചതും നമ്മൾ കണ്ടു. അത്രയ്ക്ക് നീണ്ടുപോയോ നിങ്ങൾ അക്ഷമരായിക്കൊണ്ട് ഇങ്ങനെ എന്റെ അസാന്നിധ്യത്തില് ഈ ഒരു സംഗതിയിലേക്ക് പോകാൻ? നിങ്ങളുടെ കാത്തിരിപ്പ് ഒരുപാട് നീണ്ടുപോയോ? അതിനു മാത്രമൊക്കെ അക്ഷമ കാണിച്ചുകൊണ്ട് ഈ വിധത്തില് സാമിരി നിങ്ങളെ പ്രേരിപ്പിച്ചപ്പോ അതില് ചെന്ന് വീണു പോകാൻ മാത്രം നിങ്ങൾ കാത്തിരുന്ന് മുഷിഞ്ഞു പോയോ എന്നൊക്കെയുള്ള നിലയ്ക്ക് ജനങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടു. ഹാറൂൻ അലൈഹി ഇസ്ലാമിനോടും അത്ര ഭീകരമായ ഒരു വഴികേടിലേക്ക് ജനങ്ങൾ പോകുന്നത് കണ്ടിട്ട് താങ്കൾ നോക്കി നിൽക്കുകയായിരുന്നോ എന്ന വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം ചോദിക്കുകയുണ്ടായത്. അതിനുശേഷം സാമിരിയോട് എന്താണ് സാമിരി, നിനക്ക് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തില്, എന്താണ് നിന്റെ വിശദീകരണം എന്ന വിധത്തിലാണ് ചോദിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായത്. സാമിരി നൽകിയ വിശദീകരണം അതില് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു മനസ്സ് തുറന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നതിന് പകരം ഒരു നിഗൂഢത അവശേഷിപ്പിക്കുന്ന വിധത്തില് ഒരു സംസാരമാണ് സാമിരി നടത്തുന്നത്. അതിലൂടെ ഈ നിഗൂഢതയിലൂടെ അതിന്റെ സീക്രട്ടീവ് നേച്ചറിലൂടെ കുറെ ആളുകളെ തന്റെ പാട്ടില് നിലനിർത്താം എന്ന ഒരു രീതിയാണ് സാമിരി സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്.
പക്ഷെ മൂസ അലൈഹി ഇസ്ലാം വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയ രീതിയിൽ, വളരെ ട്രാൻസ്പാരൻസിയുള്ള, സുതാര്യതയുള്ള രീതിയിലാണ് സാമിരി ഇവിടെ പരിചയപ്പെടുത്തിയ ദൈവത്തെയും അയാള് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെയും ഒക്കെ തുറന്നു കാണിക്കുന്നത്. ഇവിടെ സാമിരിയോട് രണ്ട് കാര്യങ്ങളാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. ഒന്ന്, ഈ സാമിരി ഉണ്ടാക്കിയ ഈ വിഗ്രഹത്തിന്റെ ഗതി എന്താണ് ആവാൻ പോകുന്നത് എന്നത് കാണിച്ചു കൊടുക്കില്ല. അതിന്റെ മുമ്പായിട്ട് പറഞ്ഞത് സാമിരി ഇനി അങ്ങോട്ട് എന്ത് വിധിയാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്ന വിധത്തിലുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സാമിരിയോട് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. നീ പോയിക്കോ, നിന്റെ മേലൊരു ശാപം ജീവിതത്തിലുടനീളം ഉണ്ടാകും. ഇതാണ് അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. ഫദ്ഹബ്, നീ പോ. ഫഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ്. ജീവിതത്തിലുടനീളം നീ ഒരു നികൃഷ്ടത ഏറ്റുവാങ്ങിയ ഒരുവനെ പോലെ സമൂഹത്തിൽ നിന്ന് അകന്നു മാറി ഒരാളോടും സൗഹൃദവും അടുപ്പവും കാണിക്കാൻ കഴിയാത്ത വിധത്തില് അട്ടി അകറ്റപ്പെട്ടവനായിക്കൊണ്ടായിരിക്കും നീ കഴിയേണ്ടി വരിക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആളുകള് നിന്റെ സാമീപ്യം ഏറ്റവും സാധിക്കുന്ന വിധത്തിൽ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും അവരുണ്ടാവുക. നിനക്ക് അവരോട് അടുത്ത് ചേർന്ന് വരാനോ അവരുമായി ഇടപഴകാനോ കഴിയാത്ത വിധത്തില് നീ ഒരു ദുരിതം, നീ ഒരു ശാപം പേറുന്നവനായിക്കൊണ്ടായിരിക്കും തുടർന്നുണ്ടാവുക. ബൈബിളിൽ ചിലയിടത്ത് കുഷ്ഠരോഗം പിടിപെട്ട ആളുകളെ അതൊരു ദൈവശാപം എന്നുള്ള നിലക്ക്, ഒരു ദൈവകോപം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളുടെ ഒരു അവസ്ഥ പോലെയാണ് ഈ കുഷ്ഠരോഗത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത്. കുഷ്ഠരോഗം വന്ന ആളുകളുടെ ആ രോഗം മറ്റുള്ളവർക്ക് ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരെ അകറ്റി നിർത്താനും ജനങ്ങളുമായി ഇടപഴകാനോ സമ്പർക്കപ്പെടാനോ പറ്റാത്ത വിധത്തിൽ അവരെ ഒറ്റപ്പെടുത്താനുമാണ് അവിടെ നിർദ്ദേശിക്കുന്നത് കാണാം. ഒരു ശാപം എന്നുള്ള നിലക്ക് കുഷ്ഠം ബാധിച്ച ആളുകളെ കൈകാര്യം ചെയ്തിരുന്ന പോലെ, അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഒരു രീതിയിൽ സാമിരി മാറ്റി നിർത്തപ്പെടാൻ പോകുന്നു ഇനി അങ്ങോട്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ലാ മിസാസ് ഒരുപക്ഷെ ഇതിന്റെ വേറൊരു രൂപത്തില് ജാതീയമായ നികൃഷ്ടത പേറേണ്ടി വന്ന, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സമൂഹം നമ്മുടെ നാട്ടില് സഹസ്രാബ്ദങ്ങളായിട്ട് ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. ഈ കീഴ്ജാതിക്കാരായ ജാതി ശ്രേണിയിൽ നിന്ന് പുറത്തായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളുകൾ, നീചജന്മങ്ങളാണ് അവരെന്നാണ് മേൽജാതിക്കാർ അവരെ കുറിച്ച് പറയാറുണ്ടായിരുന്നത്. അത്തരം ആളുകള് പൊതു ഇടങ്ങളിലൂടെ നടക്കുമ്പോൾ മേൽജാതിക്കാരായ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകാൻ ഇടയുള്ളിടത്ത് കൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഉറക്കെ വിളിച്ചു പറയേണ്ടതുണ്ട്, ഈ അധമനായ, നീചനായ, നികൃഷ്ടനായ ജാതിയിൽപ്പെട്ട ഒരാള് ഇതിലെ കടന്നു വരുന്നുണ്ട്, മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അൺടച്ചബിലിറ്റി, അസ്പർശ്യത നടപ്പിലാക്കുന്നതിന് മേൽജാതിക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന വിധത്തിൽ ഇങ്ങനെ സ്വയം നികൃഷ്ടത പേറിക്കൊണ്ട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ കഴിയുന്ന ഒരു സമൂഹം നമുക്ക് പരിചയമുള്ളതാണ്. സമീപകാലം വരെ നമ്മുടെ നാട്ടില് ഈ അസ്പർശ്യത, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ നികൃഷ്ടത പേറിക്കൊണ്ട് ഒരു വലിയ ജനവിഭാഗം കഴിയേണ്ടി വന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സാമിരിയുടെ കാര്യത്തില് നമുക്ക് ഈ ഒരു എങ്ങനെയാണ് ഈ അസ്പർശ്യത എന്നൊരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടായി വന്നത് എന്നത് അതിന്റെ ചരിത്രം എക്സ്പ്ലോർ ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഏത് കാലഘട്ടത്തിൽ എന്ന് അത് അങ്ങനെ ഒരു രീതി നിലവിൽ വന്നു. അത് എനിക്ക് എൻ്റെ
വായനയിലും പഠനത്തിലും അതിന്റെ ശരിക്കുള്ള സ്രോതസ് ഏത് ഘട്ടത്തില് ചരിത്രത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം നിലവിൽ വന്നു എന്നത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ദീർഘമായൊരു കാലം ഏതായാലും ഒരു സമൂഹം അങ്ങനെ ഒരു അഭിശപ്തമായ രീതിയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് എന്നത് നമുക്കറിയാം. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സാമൂഹ്യാവസ്ഥ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു പരിണിതിയാണ് സാമരി ഏറ്റുവാങ്ങേണ്ടി വന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഒന്നുകിൽ ഒരു മാറാരോഗം പിടിപെട്ട ആളെ സമൂഹം ബഹിഷ്കരിച്ച് മാറ്റി നിർത്തിയ വിധത്തില് അങ്ങനെ ഒരാളെ ഐസൊലേറ്റ് ചെയ്ത് ജനങ്ങളുമായി സമ്പർക്കപ്പെടുന്നതിൽ നിന്ന് അകറ്റി നിർത്തിയ വിധത്തില്, അതല്ലെങ്കിൽ ഒരു ശാപം പേറുന്ന ദൈവത്തിന്റെ ഒരു ശാപം പേറുന്ന ഒരാള് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെട്ട വിധത്തില് അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവത്തിലാണ് ഇവിടെ സാമ്യതി തുടർന്ന് പോവേണ്ടി വരുന്നത്. ആ വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം അയാളെ മാറ്റി നിർത്തുന്നത്. അയാളുടെ കാര്യത്തിലുള്ള ഒരു നടപടിക്ക് സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അതിനെ അവഗണിക്കാനോ ആ ഒരു സംഗതി, ആ ഒരു സമയത്തെ അങ്ങനെ ഒരു നിശ്ചയമില്ല എന്ന വിധത്തിൽ മുന്നോട്ട് പോകാനോ സാധ്യമല്ല എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. അപ്പൊ മൂസ അലൈഹി സ്വലാം സാമിരിയാണ് ഈ വലിയ തിന്മയിലേക്ക് ജനങ്ങളെ നയിച്ചത് എന്നതിനാൽ തന്നെ അയാളെ മാറ്റി നിർത്തുകയാണ്. ഫദ്ഹബ് ഫഇന്ന ലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ദുരിതമുണ്ടാക്കുന്ന ഈ ഒരു പാതകത്തിലേക്ക് ജനങ്ങളെ നയിച്ച ആള് എന്നുള്ള നിലക്ക് സാമിരിയെ ജീവിതത്തിലുടനീളം ലാ മിസാസ്, അടുത്തു വരരുത്, സ്പർശിക്കരുത്, താൻ ഒരു നികൃഷ്ടനായ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ജനങ്ങളിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വരുന്ന ഒരു പരിണതി അല്ലെങ്കിൽ ഒരു ശിക്ഷ അയാൾ ഏറ്റുവാങ്ങേണ്ടി വരും ജീവിതത്തിലുടനീളം എന്നാണ് സാമിരിയുടെ കാര്യത്തിൽ പറയുന്നത്. എന്നിട്ട് പറയുന്നത് വൈന്നലക്ക മൗഇദൻ ലൻ തുഖ്ലഫഹു, നിനക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു മൗഇദുണ്ട് താൻ, അതിനെ ബൈപ്പാസ് ചെയ്യാൻ, അതിനെ അവഗണിച്ചുകൊണ്ട് പോകാൻ നിനക്ക് സാധ്യമല്ല. നീ തീർച്ചയായിട്ടും ആ മൗഇദിനെ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ഇത് സാമിരിയുടെ കാര്യത്തിൽ പറഞ്ഞതാണെങ്കിൽ, തുടർന്ന് മൂസ അലൈഹിസ്സലാം ജനങ്ങളെ അവരകപ്പെട്ടിരുന്ന ഭീകരമായ അബദ്ധത്തിൽ നിന്ന് മുക്തരാക്കുന്നതിന് വേണ്ടി അവരുടെ കൺമുന്നിൽ തന്നെ മനഃശാസ്ത്രപരമായ ഒരു കാര്യം നടപ്പിലാക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. നോക്ക്, വന്ദുർ ഇലാ ഇലാഹിക്കല്ലദീ വൽത അലൈഹി ആഖിഫ, ഈ പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നിന്റെ ദൈവമുണ്ടല്ലോ, ഈ ദൈവം എന്ന നിലക്ക് ബനൂ ഇസ്രായേലിന് പരിചയപ്പെടുത്തിയ ഈ രൂപം, അത് ഒന്ന് നോക്ക്. ലനുഹർരിഖന്നഹു തുമ്മ ലനൻസിഫന്നഹു ഫിൽ യം നസ്ഫ, അതിനെ നാം കരിച്ചു കളയാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നാം അതിനെ തീയിലിട്ട് കരിച്ചു കളയും. എന്നിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ, അതിന്റെ ചാരം, അത് നാം സമുദ്രത്തിൽ, ജലാശയത്തിൽ ഒഴുക്കി കളയും. അതിലേക്ക് ജലാശയത്തിലേക്ക് ചിതറി വീഴുന്ന വിധത്തില് നാം അത് ജലാശയത്തില് അല്ലെങ്കിൽ സമുദ്രത്തില് എറിയും. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞത്. ഈ കരിച്ചു കളയാൻ പറ്റുന്ന, ചാരമാക്കി കളയാൻ പറ്റുന്ന, എന്നിട്ട് ജലാശയത്തിൽ വിതറിക്കളയാൻ പറ്റുന്ന ഒരു സംഗതിയെയാണോ സാമിരി നീ ദൈവം എന്ന് വിളിച്ചത്? ഈ ആളുകളെ ആ വിധത്തിൽ പരിചയപ്പെടുത്തിയത് അങ്ങനെ ഒരു സംഗതിയെയാണ്. ഇതാണോ നിന്റെ ദൈവം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെടണം, ഇത് ആരാധന അർഹിക്കുന്ന പ്രപഞ്ചനാഥനെ പോലെയുള്ള ഒരു പ്രതിഭാസമല്ല, കേവലം ഒരു മെറ്റീരിയൽ ആയ ഒരു സംഗതി മാത്രമാണ്, ഒരു പദാർത്ഥം മാത്രമാണ്, അതിൽ യാതൊരു ദിവ്യത്വവുമില്ല എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അതിനെ കരിച്ചു കളയുകയും അതിന്റെ ചാരം, അതിന്റെ അവശിഷ്ടം ജലാശയത്തിൽ ഒഴുക്കി കളയുകയും സമുദ്രത്തിൽ എറിഞ്ഞു കളയുകയും ചെയ്യും എന്നാണ് മൂസ അലൈഹി ഇസ്ലാം സാമിരിയോട് പറയുകയുണ്ടായത്. ഇത് രണ്ട് നടപടികളാണ്. ഒന്ന്,
സാമിരിയെ സംബന്ധിച്ചിടത്തോളം അയാള് ഉദ്ദേശപൂർവം ഒരു വലിയ ജനസമൂഹത്തെ ദുർമാർഗത്തിലേക്ക് യാതൊരു പിൻബലവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ ജനങ്ങളെ അബദ്ധത്തിലേക്ക് നയിക്കുക എന്ന ഒരു ഭീകരമായ പാതകമാണ് സാമിരി ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രത്യാഘാതം തീർച്ചയായിട്ടും സാമിരി ജീവിച്ചിരിപ്പുള്ള കാലത്തോളം അനുഭവിക്കേണ്ടി വരും. ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ഒരു അഭിശപ്തമായ ഒരു ജീവിതം ആയിക്കൊണ്ട്, ശാപം പേറുന്ന ഒരു ജീവിതമായിക്കൊണ്ടാണ് അയാൾ മുന്നോട്ട് പോകേണ്ടി വരിക. ആളുകള് സാമിരിയോട് സൗഹൃദം കാണിക്കുകയോ അടുത്തിടപഴകുകയോ ചെയ്യാത്ത വിധത്തില് അയാളെ മാറ്റി നിർത്തും എന്നാണ് നൽകുന്ന ഒരു സന്ദേശം. മാത്രമല്ല, അയാൾക്ക് ഇങ്ങനെ വിളിച്ചു പറയേണ്ടി വരുന്ന ഒരവസ്ഥയും ഉണ്ടാകും. ലാ മിസാസ്, എന്റെ അടുത്തേക്ക് വരരുത്, എന്നെ തുടരുത് എന്ന് വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു ഏറ്റവും അപമാനകരമായ ഒരവസ്ഥ അയാൾ നേരിടേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ അയാൾ നിർബന്ധിതനാകും. രണ്ടാമത്തെ കാര്യം, ഈ വിഗ്രഹത്തിനെ, പശുവിന്റെ രൂപം ഉണ്ടാക്കി ഇവർ ആരാധിച്ച ആ വിഗ്രഹം, അതിനെ തീയിലിട്ട് കരിച്ചു കളയുകയും അതിന്റെ ചാരം, അതിന്റെ അവശിഷ്ടം സമുദ്രത്തിൽ ഒഴുക്കി കളയുകയും ചെയ്യുമെന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. അതിൽ ദിവ്യത്വത്തിന്റെ യാതൊരു തരിമ്പും ഒരു അംശവും അടങ്ങിയിട്ടില്ല എന്നത് ബനു ഇസ്രായേൽ സമൂഹത്തിന് ബോധ്യപ്പെടണം. നമുക്കറിയാം, ചരിത്രത്തിൽ മറ്റൊരു ഘട്ടത്തില് ബനു ഇസ്രായേൽ സമൂഹത്തോട് അള്ളാഹു പശുവിനെ അറുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഒരു പക്ഷെ ഈ സ്വർണം കൊണ്ടുള്ള പശുക്കുട്ടിയെ ഉണ്ടാക്കി പൂജിക്കാൻ ഒരുമ്പെട്ട ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ മനസ്സുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിധത്തിൽ ഒരു പശുപൂജ നിലനിന്ന് പോകുന്നുണ്ടായിരിക്കണം. അവർക്ക് അത്തരം ചരിത്രപരമായ കാരണങ്ങളാൽ അവരുടെ മനസ്സുകളിൽ ഒരു പശുവിനോടുള്ള ഒരു ആരാധന അങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്ന അതിന്റെ ചില ശേഷിപ്പുകൾ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം അള്ളാഹു അവരോട് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. നമ്മൾ സൂറത്തുൽ ബഖറയിൽ അതിന്റെ വിശദമായ സംസാരം കണ്ടതാണ്. ബനു ഇസ്രായേൽ സമൂഹവും മൂസ അലൈഹി ഇസ്ലാമും തമ്മിൽ നടന്ന സംഭാഷണം. ഏതു വിധത്തിലുള്ള പശുവാണ്, അതിന്റെ വർണ്ണം എന്താണ്, അതിന്റെ പ്രായം എത്രയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പശു എന്താണെന്ന് ഞങ്ങൾക്ക് ഏത് വിധത്തിലുള്ളതാണെന്ന് മനസ്സിലാവണില്ല, ഞങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് മൂസ, നിന്റെ റബ്ബിനോട് നീ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചറിയണം ഏതു വിധത്തിലുള്ള പശുവാണ് അത്, അതിന്റെ പ്രായം എന്താണ്, വർണ്ണം എന്താണ് എന്നൊക്കെ പറഞ്ഞു. അവസാനം ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ഹൃദയങ്ങളിൽ കുടിയിരുത്തപ്പെട്ടിരുന്ന ഒരു തരം പശുവുണ്ട്. അവർക്ക് ഏറ്റവുമേറെ ആരാധന തോന്നിപ്പിക്കപ്പെട്ടിരുന്ന പശു, സ്വർണവർണ്ണമുള്ള, പ്രായം കൂടിയതോ കുറഞ്ഞതോ അല്ലാത്ത, അതുപോലെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി പല ജോലിയും ചെയ്യിക്കുന്ന തരം അല്ലാത്ത, എല്ലാ നിലക്കും തികവുള്ള, വേറെ എന്തെങ്കിലും നിറം കൂടിക്കലർന്നതല്ലാത്ത സ്വർണവർണ്ണമുള്ള പശുവിനെയാണ് അവസാനം അവര് അറുക്കാൻ നിർബന്ധിതരാവുന്നത്. അങ്ങനെ അവരെ കൊണ്ടൊരു പശുവിനെ അറുക്കാൻ നിർബന്ധിതരാക്കിക്കൊണ്ട് അവരുടെ മനസ്സുകളിൽ നിന്ന് പശു പൂജ ഇല്ലാതാക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. പശു ഒരു മൃഗം മാത്രമാണ്, അള്ളാഹുവിന്റെ വേറെ പല മൃഗങ്ങളെയും പോലെയുള്ള ഒരു മൃഗം, കന്നുകാലി വർഗത്തിൽപ്പെട്ട ഒരു മൃഗം. അതിന് യാതൊരു ദിവ്യത്വവും ഇല്ല, അതൊരു മൃഗം മാത്രമാണ് എന്ന കാര്യം അവരെ അടിവരയിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ കൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഏതൊരു തരം പശുവിനോടാണോ വലിയ പൂജ ഒക്കെ തോന്നിയിരുന്നത്, ആരാധന തോന്നിയിരുന്നത്, ആ തരം പശുവിനെ തന്നെ അവരുടെ കൈകൾ കൊണ്ട് അറുക്കാൻ അള്ളാഹു നിർബന്ധിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ബനു ഇസ്രായേൽ ചരിത്രം വിവരിക്കുന്നതിന്റെ ഭാഗമായി ഖുർആനിൽ നേരത്തെ കാണാൻ പറ്റിയിട്ടുണ്ട്.
അപ്പൊ ഇവിടെ ചരിത്രപരമായി ആ ആ സംഗതി നടക്കുന്നതിന്റെ എത്രയോ മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്വർണം കൊണ്ടുള്ള പശു രൂപമുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതിന്റെയൊക്കെ ഒരുപാട് മുന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനെ അവരുടെ മനസ്സിൽ കുടിയേറിയിട്ടുള്ള ഈ പശുപൂജ അവസാനിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു യുക്തിപരമായ ബോധ്യം അവരിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആണ് എന്ന് കാണാൻ കഴിയും. ഈ പശുവിന്റെ രൂപം ഉണ്ടാക്കിയതിനെ കരിച്ചു കളയുകയും അതിന്റെ അവശിഷ്ടങ്ങൾ ചാരം അത് സമുദ്രത്തിൽ എറിഞ്ഞു കളയുകയും ചെയ്യും എന്ന് മൂസ അലൈഹി സ്വലാം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ കൂടി ഈ സൂറത്തിൽ തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ആയത്തുകൾ പഠന വിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ വിശദാംശങ്ങൾ കൂടി മനസ്സിലാക്കാൻ അവസരം ഉണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.